My dear students, ഡോക്ടർ ജെയിംസ് ടൈലർക്കൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ലൈക്കോപോഡിയം എന്ന അധ്യായത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ, വിശേഷിച്ചും ലൈക്കോപോഡിയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില മാനിഫെസ്റ്റേഷൻസ് വരുന്നത് സ്റ്റൊമക് സിംറ്റംസിലാണ്. ലൈക്കോപോഡിയത്തെക്കുറിച്ച് വളരെ എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. നമുക്ക് കേൾക്കാം. ദ സ്റ്റൊമക്ക് ആൻഡ് അബ്ഡോമിനൽ സിംറ്റംസ് ആർ ഇൻ്റർമിംഗിൾഡ്. അപ്പോൾ വയറിൻ്റെയും അടിവയറിൻ്റെയും പ്രശ്നങ്ങൾ പരസ്പരം ഇടകലർന്ന് വരുന്നുണ്ട്. ദർ ഇസ് എ സെൻസ് ഓഫ് സറ്റൈറ്റി ആൻഡ് എൻറ്റയർ ലാക്ക് ഓഫ് അപ്പിറ്റൈറ്റ്. വിശപ്പ് പൂർണ്ണമായിട്ടും ഇല്ലാത്തൊരവസ്ഥ, പെട്ടെന്ന് വിശപ്പ് ശമിക്കുന്നൊരവസ്ഥ. ഹീ ഫീൽസ് സോ ഫുൾ ദാറ്റ് ഹീ കനോട്ട് ഈറ്റ്. വയർ വല്ലാതെ നിറഞ്ഞു എന്ന് അയാൾക്ക് തോന്നുന്നതുകൊണ്ട്, നിറഞ്ഞെന്ന് തോന്നുന്നതുകൊണ്ട് അയാൾക്ക് പിന്നെ കഴിക്കാൻ പറ്റുന്നില്ല. ദിസ് സെൻസ് ഓഫ് ഫുൾനെസ് മേ നോട്ട് കം ഓൺ അണ്ടിൽ ഹി ഹാസ് swallowed a mouthful of food. He goes to the table hungry, but the first mouthful fills him up. ഇതാണ് പ്രശ്നം. ഒരുപാട് രോഗികൾ ഇതേമാതിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ഞാൻ തന്നെ പലരെയും കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇത്തരം രോഗികൾ മറ്റ് പല ചികിത്സകളിലും ഒരു ഫലവും കിട്ടാതെ വരും. ഒരുപാട് ചികിത്സ ചെയ്ത് താൽക്കാലിക ശമനം ഉണ്ടായി വീണ്ടും ഈ പ്രശ്നം വന്നെന്ന് പറഞ്ഞുകൊണ്ട് വരും. അത് ഹോമിയോപ്പതിക്കാരുടെ അടുത്തെത്തുന്ന വളരെ ടിപ്പിക്കലായിട്ടുള്ള അവസ്ഥകളൊന്നാണ്. നല്ല വിശപ്പോടുകൂടി തീന്മേശയുടെ അടുത്ത് വരുന്നു, ഒരു പിടി കഴിക്കുന്നു, അതോടുകൂടി വിശപ്പ് തീർന്നു. ആഫ്റ്റർ ഈറ്റിംഗ് ഹീസ് ഡിസ്റ്റൻഡ് വിത്ത് ഫ്ലാറ്റസ് and gets momentary relief from belching, yet he remains distended. അപ്പോൾ ഭക്ഷണം കഴിച്ച ശേഷം വായു വീർത്ത് കെട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വയർ ചെണ്ട പോലെ വീർത്ത് ഇരിക്കുന്ന അവസ്ഥ, ഒരു ഏമ്പക്കം വിടുന്നതുകൊണ്ട് ഒരു താൽക്കാലിക ആശ്വാസം കിട്ടാം. താൽക്കാലിക ആശ്വാസമാണ്. ചില രോഗികൾ കണ്ടല്ലോ, ഇങ്ങനെ ഭക്ഷണം കഴിച്ചിങ്ങനെ ഏമ്പക്കം വിട്ടുകൊണ്ടിരിക്കും. താൽക്കാലിക ആശ്വാസമേ ഉള്ളൂ, പക്ഷേ വയറ് വീണ്ടും വീർത്ത് കെട്ടിയിരിക്കും. നോസിയ ആൻഡ് വോമിറ്റിംഗ്, നോയിങ് പെയിൻസ് ഇൻ സ്റ്റൊമക്ക് ആസ് ഇൻ ഗ്യാസ്ട്രൈറ്റിസ്, കാറ്റാർ, ബേണിംഗ് ഇൻ അൾസേഴ്സ് ആൻഡ് ക്യാൻസർ, പെയിൻസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈറ്റിംഗ്, വോമിറ്റിംഗ് ഓഫ് ബൈൽ, കോഫി ഗ്രൗണ്ട് വോമിറ്റ്, ബ്ലാക്ക് ഇങ്കി വോമിറ്റ്. അപ്പോൾ വയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തോരം ലക്ഷണങ്ങളാണ് നോക്കുക. നോസിയ ഉണ്ട്, വോമിറ്റിംഗ് ഉണ്ട്. നോയിങ് പെയിൻസ് ഇൻ സ്റ്റൊമക്ക് ആസ് ഇൻ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകുന്ന പോലെ വല്ലാതെ ഇങ്ങനെ വലിച്ചു പോയിച്ചുന്ന വേദനകൾ. കാറ്റാറൽ കണ്ടീഷൻസ്, അൾസേഴ്സിലും ക്യാൻസേഴ്സിലും ബേണിങ്, വയറിലെ ക്യാൻസർ, അൾസേഴ്സ്, അതിലൊക്കെ ബേണിങ് പെയിൻ. ഭക്ഷണം കഴിച്ച് തൊട്ട് പിന്നാലെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈറ്റിംഗ് വേദന വരുന്നു. ബൈൽ വോമിറ്റ് ചെയ്യുന്നു. കോഫി ഗ്രൗണ്ട് വോമിറ്റ്, കാപ്പി ഇങ്ങനെ കാപ്പിപ്പൊടി പോലുള്ള വോമിറ്റ്. ബ്ലാക്ക് ഇങ്കി വോമിറ്റ്, കറുത്ത മഷി പോലുള്ള വോമിറ്റ്. അണ്ടർ ലൈക്കോപോഡിയം അപ്പാരൻ്റ്ലി മാലിഗ്നന്റ് കേസസ് ഹാവ് ദെയർ ലൈഫ് പ്രൊലോങ്ഡ്. അപ്പോൾ ലൈക്കോപോഡിയം കൊണ്ട് വളരെ മോശമായ മാലിഗ്നന്റ് ക്യാൻസേഴ്സിനും മറ്റുമൊക്കെ അവരുടെ ജീവൻ നീട്ടിയെടുക്കാൻ സാധിക്കും. The case is so modified that instead of culminating in a few months, the patient may last for years. അപ്പോൾ ഏതാനും മാസങ്ങൾ കൊണ്ട് മരിച്ചു പോകേണ്ട രോഗി വർഷങ്ങളോളം ജീവിക്കാം. റൈറ്റ് ഹൈപ്പോകോൺഡ്രിയം സോളൻ ആസ് ഇൻ ലിവർ ട്രബിൾസ്. ലിവറിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ വലത് ഹൈപ്പോകോൺഡ്രിയം വീർത്ത് കെട്ടിയിരിക്കുന്നു. പെയിൻ ഇൻ ലിവർ, റിക്കറൻറ്റ് ബിലിയസ് അറ്റാക്സ് വിത്ത് വോമിറ്റിംഗ് ഓഫ് ബൈൽ. ലിവറിൽ വേദന, ബിലിയസ് അറ്റാക്സ് ആവർത്തിച്ച് വരുന്നു, ബൈല് ഛർദ്ദിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എൻ്റെ ആവർത്തിച്ച് വന്ന മഞ്ഞപ്പിത്തം, അത് ഒരു ഹോമിയോപ്പതി ഡോക്ടർ അതിനെ ലൈക്കോപോഡിയത്തിൻ്റെ ഒരു അഗ്രവേഷനായിട്ട് അവരതിനെ തിരിച്ചറിഞ്ഞു. പെയിൻ ഇൻ ലിവർ, റിക്കറൻറ്റ് ബിലിയസ് അറ്റാക്സ് വിത്ത് വോമിറ്റിംഗ് ഓഫ് ബൈൽ. ഹീസ് സബ്ജക്റ്റ് ടു ഗാൾ സ്റ്റോൺ കോളിക്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം,
ഈ പിത്തസഞ്ചിയിലെ കല്ല് അതുമായിട്ട് ബന്ധപ്പെടുന്ന വേദന. ഗാൾസ്റ്റോൺ കോളിക്കെന്ന് വെച്ചാൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല, മരിക്കാൻ പോകുന്ന വേദനയാണ്. എനിക്ക് അങ്ങനത്തെ ഒരു രോഗിയുമായിട്ടൊരു ഹോമിയോപ്പതി ഡോക്ടറുടെ അടുത്ത് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോയിരുന്നു. ഇപ്പോൾ മരിച്ചു പോകുമെന്നാണ് രോഗി പറയുന്നത്, അങ്ങനത്തെ ഒരു വേദന. അപ്പോൾ ആ ഡോക്ടർ മലപ്പുറം ജില്ലയിലുള്ളൊരു ഡോക്ടറാണ്. അദ്ദേഹം ഈ ഗാൾസ്റ്റോൺ കേസസിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ വളരെ അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഞാൻ കൊണ്ടുപോയതാണ്. അപ്പോൾ കേസെടുക്കണം പറ്റുമൊന്നും കാര്യമായിട്ടൊന്നുമില്ല. അതൊരു ഗാൾസ്റ്റോൺ ആണോ ലൈക്കോപോഡിയം കൊടുക്കുന്ന ഒരു അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനോട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ വരുന്ന രോഗികൾക്കൊക്കെ ലൈക്കോപോഡിയ കൊടുക്കാറ്. നല്ലൊരു പങ്ക് കേസുകളും ഒറ്റ ഡോസ് കൊണ്ട് സുഖപ്പെട്ടു പോകും. ഈ ഞാൻ കൊണ്ടുപോയ കേസിലും അവസാനം സർജറി വേണമെന്ന് പറഞ്ഞാണ്. സർജറിക്ക് തൊട്ട് മുമ്പ് നടത്തിയൊരു സ്കാനിങ്ങിൽ കല്ല് പോയി. ആഫ്റ്റർ ലൈക്കോപോഡിയം ദ അറ്റാക്സ് കം ലെസ് ഫ്രീക്വൻ്റ്ലി. ഈ വേദനയുടെ അറ്റാക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വരും, അതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നു. ദ ബിലിയസ് സെക്രഷൻ ബിക്കംസ് നോർമൽ ആൻഡ് ദ ഗാൾസ്റ്റോൺ ഹാവ് എ സ്പോഞ്ചി അപ്പിയറൻസ് ആസ് ദോ ബീങ് ഡിസോൾവ്. അപ്പോൾ ഈ ഗാൾസ്റ്റോൺ ഡിസോൾവ് ചെയ്തതുപോലെ ആ സ്പോഞ്ചിയായി മാറുന്നു. അത് ആ ബ്ലോക്കിൽ നിന്ന് അത് വിട്ടുപോകുന്നു. അതോടുകൂടി രോഗി സുഖപ്പെടും. ലൈക്കോപോഡിയം പേഷ്യൻസ് ആർ ഓൾവേസ് ബെൽച്ചിങ്. ദേ ഹാവ് ഇറക്റ്റേഷൻസ് ആൻഡ് ആർ സോർ ആൻഡ് ആക്രിഡ് ലൈക്ക് സ്ട്രോങ് ആസിഡ് ബേണിങ് ഇൻ ഫാരിങ്സ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഏമ്പക്കം വിട്ടുകൊണ്ടിരിക്കും, പുളിച്ച് തേട്ടലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇത് അസിഡിക് നേച്ചറുള്ള തികട്ടലാണ് വരുന്നത്. അത് വന്നിട്ട് ഈ തൊണ്ടയിൽ ഫാരിങ്സിൽ ഒരു ബേണിങ് സെൻസേഷൻ, ഒരു ആസിഡ് തൊടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ടാകും. സോർ സ്റ്റൊമക്ക്, അതാണ് ഒരു എക്സ്പ്രഷൻ. സോർ വോമിറ്റിങ്സ്, ഫ്ലാറ്റസ്, ഡിസ്റ്റൻഷൻ ആൻഡ് പെയിൻ ആഫ്റ്റർ ഈറ്റിംഗ് വിത്ത് എ സെൻസ് ഓഫ് ഫുൾനെസ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഓഫുൾ ഗോൺനെസ് ഓർ വീക്ക്നെസ് ഇൻ സ്റ്റൊമക്ക് നോട്ട് റിലീവ്ഡ് ബൈ ഈറ്റിംഗ്. അപ്പോൾ ആഹാരം കഴിക്കുന്നതുകൊണ്ട് റിലീഫ് ഉണ്ടാകാത്ത ഒരു ഗോൺനെസ്, എല്ലാം പോയ പോലത്തെ ഒരവസ്ഥ, ക്ഷീണിച്ച അവസ്ഥ. അപ്പോൾ ബ്രാക്കറ്റിൽ ഡിജിറ്റാലിസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഡിജിറ്റാലിസുമായിട്ടുള്ള കമ്പാരിസൺ ഉണ്ട്. ദ സ്റ്റൊമക്ക് ഈസ് വേഴ്സ് ബൈ കോൾഡ് ഡ്രിങ്ക്സ് ആൻഡ് ഓഫൺ റിലീവ്ഡ് ബൈ വാം ഡ്രിങ്ക്സ്. ഇവിടെ വയറിൻ്റെ പ്രശ്നങ്ങളിൽ തണുത്ത പാനീയങ്ങൾ കൊണ്ട് സ്ഥിതി വഷളാകുന്നു. ചൂടുള്ള ഡ്രിങ്ക്സ് കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും റിലീഫും കിട്ടും. റിലീഫ് എപ്പോഴും കിട്ടണമെന്നില്ല, ഓഫൺ മിക്കവാറും റിലീഫ് കിട്ടുന്നു. ഇൻ ദ സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻസ് ദർ ഇസ് എ ഗ്രേറ്റ് കമോഷൻ, നോയ്സി റംബ്ലിംഗ്, റോളിംഗ് ഓഫ് ഫ്ലാറ്റസ് ആസ് ദ ഫെർമെൻറ്റേഷൻ വേർ ഗോയിങ് ഓൺ. അപ്പോൾ വയറിന് വല്ലാത്ത പ്രശ്നമാണ്. കൊമോഷൻ വെച്ചാൽ ആകെ ഒരു അലങ്കോലപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത്. വയറ് ലൈക്കോപോഡിയം പേഷ്യൻ്റെ വയറാകെ അലങ്കോലപ്പെട്ടിരിക്കുകയാണ്. നോയ്സി റംബ്ലിംഗ്, ഇങ്ങനെ ഇരക്കലെന്ന് പറയില്ലേ, ഇരക്കുന്ന വയറിൽ ഇരക്കൽ. റോളിംഗ് ഓഫ് ഫ്ലാറ്റസ്, ഇങ്ങനെ വായു വന്നിട്ട് അതിങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നു. ആസ് ദ ഫെർമെൻറ്റേഷൻ വർക്കും, അതിങ്ങനെ ഫെർമെൻറ്റേഷൻ നടക്കുന്നത് പോലെ തോന്നൽ. ലൈക്കോപോഡിയം, ചൈന ആൻഡ് കാർബോവിച്ച് ആർ മോസ്റ്റ് ഫ്ലാറ്റ്ലൻ റെമഡീസ് ആൻഡ് ഷുഡ് ബി കമ്പയർഡ്. അപ്പോൾ ഫ്ലാറ്റ്ലൻസിൻ്റെ കേസിൽ ലൈക്കോപോഡിയം, ചൈനയും കാർബോവിച്ചും ഏറ്റവും പ്രൊമനൻ്റ് ആയിട്ട് വരുന്നത്. അതിനെ കമ്പയർ ചെയ്ത് പഠിക്കണം. അതിൽ വരുന്ന സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി കൃത്യമായ ഔഷധങ്ങൾ കൊടുക്കുക. അത് ഒരിക്കലും ഇത്തരം ഔഷധങ്ങളെ ദുർവിനിയോഗം ചെയ്യരുത്. കേസ് ശരിയാവണ്ണം പഠിക്കാതെ ഇതേപോലുള്ള ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സാധ്യതയുള്ള ഔഷധങ്ങളെ കൂട്ടിച്ചേർത്ത് കൊടുക്കുന്ന ഒരു വളരെ മോശം പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്. അത് പറയാതെ വയ്യ, വളരെ മോശം പ്രവണതയാണ്. ഹോമിയോപ്പതിയിൽ ഇപ്പോൾ ഒരു മോഡേൺ ട്രെൻഡായിട്ട് വരുന്നുണ്ട്. ഔഷധങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു കമ്പൈൻഡ് ടോട്ടാലിറ്റി ഉണ്ടാക്കാം. കമ്പൈൻഡ് ടോട്ടാലിറ്റി ഉണ്ടാക്കണമെങ്കിൽ ഇതിനെ കമ്പൈൻ ചെയ്ത് പൊട്ടൻസൈസ് ചെയ്ത് പ്രൂവ് ചെയ്യണം. അല്ലാതെ പൊട്ടൻസൈസ് ചെയ്ത ശേഷം ഇതിനെ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കാമെന്ന് പറയുന്നൊരു ഭയങ്കര മണ്ടത്തരം. ചില ഗ്രൂപ്പുകൾ അത്രയും ചർച്ചകൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് ശക്തമായിട്ട് എതിർക്കുകയുണ്ടായി. പല വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, പക്ഷേ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. കമ്പൈൻ ചെയ്യണമെങ്കിൽ
അതിൻ്റെ ടിഞ്ചറിൻ്റെ കണ്ടീഷൻ കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ചെയ്തിട്ട് പൊട്ടൻസൈസ് ആയിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്തോളൂ. അത് പലതരത്തിൽ പ്രൂവ് ചെയ്ത് പൊട്ടൻസൈസ് ചെയ്ത് പിന്നെ കമ്പൈൻ ചെയ്ത് അതൊരു മരുന്നാണെന്ന് പറയുന്നത് വലിയൊരു അബദ്ധമാണ്. ഹോമിയോപ്പതി എന്ന മഹത്തായ ചികിത്സാശാസ്ത്രത്തോട് ചെയ്യുന്ന വലിയൊരു അനീതിയാണ്. നിങ്ങൾ പ്രാക്ടീസ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതിന് പകരം സമാനമായ ലക്ഷണങ്ങളുള്ള ഔഷധങ്ങളെ ശരിയായി പഠിക്കുക. കെൻറ്റ് പോലുള്ള മഹാരഥന്മാരെഴുതിയ ഗ്രന്ഥങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ചൈനയാണോ കർബോവിച്ചാണോ ലൈക്കോപോഡിയമാണോ ഏത് കണ്ടീഷനിലും ഇങ്ങനെയുള്ള, അതിനാണ് കെൻറ്റിങ്ങനെ കമ്പാരിസൺസ് പറയുന്നത്. അങ്ങനെ പഠിക്കണം. അല്ലാതെ ഒരിക്കലും എളുപ്പവഴി നോക്കി കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ അരമണിക്കൂർ ഇടവിട്ട് മാറി മാറി കൊടുക്കുക, അങ്ങനെയുള്ള അബദ്ധങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ചില പ്രഗത്ഭർ പോലും അങ്ങനെ ചെയ്തതായിട്ട് എനിക്കറിയാം. ഞാൻ കൽക്കട്ടയിൽ താമസിക്കുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനവിടെ ട്രാൻസ്ലേഷൻ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ടാഗോർ സ്ഥാപിച്ച വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഒരു പ്രശസ്തനായ ഒരു ഹോമിയോപ്പതി ഡോക്ടറുമായിട്ട് എനിക്ക് പരിചയമായി. അദ്ദേഹമായിട്ട് ഒരു നല്ലൊരു സൗഹൃദം ഉണ്ടായി. പക്ഷെ അദ്ദേഹം സൾഫറിനോട് മറ്റൊരു ഔഷധം ചേർത്ത് പൊട്ടൻസികൾ തമ്മിൽ ചേർത്ത് കൊടുക്കുന്നൊരു ടെൻഡൻസി. അദ്ദേഹമായിട്ട് ഞാൻ ഒരു അടുപ്പമുണ്ടായതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുമായിരുന്നു. ഞാൻ ഹോമിയോപ്പതിയെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല, എങ്കിൽ പോലും എൻ്റെ മാസ്റ്റേഴ്സ് എഴുതിയ പുസ്തകങ്ങൾ വായിച്ച വ്യക്തി എന്നതിന് ഞാൻ അതിനെ ശക്തമായിട്ട് എതിർത്തു. അദ്ദേഹം ആ പ്രാക്ടീസ് പിന്നീട് തുടർന്നോ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം അത്തരം പ്രവണതകളിലേക്ക് ഒരിക്കലും നിങ്ങൾ പോകരുത്. അതില്ലാതെ തന്നെ കെൻറ്റിനെ പോലുള്ള അവരുടെ പുസ്തകങ്ങൾ ശരിയായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സിംഗിൾ റെമഡിയിലേക്ക് എത്താൻ സാധിക്കും. ക്യൂറബിൾ ആണെങ്കിൽ, സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സിംഗിൾ റെമഡിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ ഈ ഒരു സംരംഭം ചെയ്യുന്നത് തന്നെ. ദ സ്റ്റൊമക്ക് സിംറ്റംസ് ആർ വേഴ്സ് ഓർ ബ്രോട്ട് ഓൺ ഫ്രം കോൾഡ് ഡ്രിങ്ക്സ്, ബിയർ, കോഫി ഓർ ഫ്രൂട്ട് ആൻഡ് ഡയറിയ ഫോളോസ്. അപ്പോൾ തണുത്ത പാനീയങ്ങൾ, ബിയർ പൊതുവെ തണുപ്പിച്ചാണ് കഴിക്കുന്നത്. ജർമ്മനി പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ പൊതുവെ ബിയർ ഒരു സാധാരണ പാനീയമാണ്. കോഫി, പഴങ്ങൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ വയറിൻ്റെ പ്രശ്നങ്ങൾ മോശമാകുകയും ഒരു ഡയറിയ വരികയും ചെയ്യും. ഇതൊക്കെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണത്. ഓൾഡ് ക്രോണിക് ഡിസ്പെപ്റ്റിക്സ്, അമീഷിയേറ്റഡ്, റിങ്കിൾഡ്, ടയേർഡ് ആൻഡ് ആംഗുലർ പേഷ്യൻസ്, എവറിത്തിങ് ഈറ്റൻ ടേൺസ് ടു വിൻഡ്. അപ്പോൾ പഴകിയ ക്രോണിക് ഡിസ്പെപ്റ്റിക് കണ്ടീഷനിൽ ശോഷിച്ച് ചുളുങ്ങിയ ടയർഡായിട്ടുള്ള രോഗികളിൽ തിന്നുന്നതെല്ലാം കാറ്റായിട്ട് മാറുന്നു. എവറിത്തിങ് ഈറ്റൺ ടേൺസ് ടു വിൻഡ്. എന്ത് കഴിച്ചാലും അത് കാറ്റായിട്ട് മാറുന്നു, വയറ് വീർത്ത് ചെണ്ട പോലെയാകുന്നു. ലൈക്കോപോഡിയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു സൂചനയാണത്. ലൈക്കോപോഡിയം ഈസ് യൂസ്ഫുൾ ഇൻ ഓൾ ടയേർഡ് പേഷ്യൻസ് വിത്ത് ഫീബിൾ റിയാക്ഷൻ ആൻഡ് ഫീബിൾനെസ് ഓഫ് ഓൾ ദ ഫങ്ഷൻസ് വിത്ത് എ ടെൻഡൻസി ടു റൺ ഡൗൺ ആൻഡ് നോട്ട് കൺവൽസ്. അപ്പോൾ സുഖപ്പെടാനുള്ള, ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ലക്ഷണവും ഒരു സൂചനയും ഇല്ലാതെ ആകെ വഷളായ എല്ലാ ഫങ്ഷൻസും എല്ലാ പ്രവർത്തനങ്ങളിലും മന്ദീഭവിച്ച, വൈറ്റൽ റിയാക്ഷൻ ആകെ മന്ദീഭവിച്ച, ആകെ ക്ഷീണിച്ച രോഗികളിൽ ലൈക്കോപോഡിയം വളരെ ഉപകരിക്കും. ലൈക്കോപോഡിയത്തിൻ്റെ ജനറൽ സിംപ്റ്റംസ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഇനി ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് വിധിയെഴുതിയ രോഗികളെ ജനറൽ സിംപ്റ്റംസ് എഗ്രി ചെയ്യുന്നെങ്കിൽ ലൈക്കോപോഡിയം കൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സ്വാഭാവിക ജീവിതം അവർക്ക് കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. ദിസ് പേഷ്യൻ്റ് ഹാസ് മോസ്റ്റ് ട്രബിൾസം കോൺസ്റ്റിപ്പേഷൻ. വല്ലാത്തൊരു കോൺസ്റ്റിപ്പേഷൻ്റെ അവസ്ഥ. ഹി ഗോസ് ഫോർ ഡേയ്സ് വിത്തൗട്ട് എനി ഡിസയർ. മലശോധന നടത്തുന്നൊരു ഡിസയർ ഇല്ലാതെ, ഒരു അർജില്ലാതെ ദിവസങ്ങളോളം പോകാം. ആൻഡ് ഓൾദോ ദ റെക്ടം ഈസ് ഫുൾ, ദർ ഈസ് നോ അർജിൻ. മലാശയം നിറഞ്ഞിരിക്കുകയാണെന്നുള്ള ഫീലുണ്ട്, പക്ഷേ അർജില്ല. ഇനാക്ടിവിറ്റി ഓഫ് ഇൻറ്റസ്റ്റിനൽ കനാൽ. അതിൻ്റെ കാരണം
ഈ ഇൻഡസ്ട്രിയൽ കനാലിൻ്റെ ഇനാക്ടിവിറ്റി, ബ്രെയിനിൽ നിന്നും അതിനുള്ള പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്സിനുള്ള ഒരു സിഗ്നൽ വരുന്നില്ല, ആ ഒരവസ്ഥ. ഇൻഎഫക്ച്വൽ അർജിങ് ടു സ്റ്റൂൾ, ഇത് അർജുണ്ടായാൽ തന്നെ അതുകൊണ്ട് ഫലമില്ല, ഇൻഎഫക്ച്വലാണ്. സ്റ്റൂൾ ഹാർഡ്, ഡിഫിക്കൽട്ട്, സ്മോൾ ആൻഡ് ഇൻകംപ്ലീറ്റ്. ഹാർഡ് സ്റ്റൂളാണ്, ഡിഫിക്കൽട്ടാണ്, ചെറിയതാണ്, ഇൻകംപ്ലീറ്റ് ആണ്. The first part of the stool is hard and difficult to start, but the last part is soft or thin and gushing, followed by faintness and weakness. വളരെ ഭംഗിയായിട്ട് കണ്ടത് വിശദീകരിക്കുന്നുണ്ട്. ഈ സ്റ്റൂളിൻ്റെ ആദ്യ ഭാഗം വളരെ ഹാർഡാണ്, കട്ടിയാണ്, അത് എക്സ്പെൽ ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. പക്ഷെ പിന്നീട് വരുന്നതോറും സോഫ്റ്റ് ആകുന്നു, തിന്നാകുന്നു, അതങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് പോകുന്നു. പക്ഷേ അതിനുശേഷം ആ വ്യക്തി, ആ രോഗി ആകെ ഫെയിൻ്റായി പോകുന്നു, ബോധം കെട്ടു പോകുന്ന ഒരവസ്ഥ, വളരെ ക്ഷീണിതനാകുന്നു. ലൈക്കോപോഡിയം പേഷ്യൻസ് ഹാവ് ഡയറിയ ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് സ്റ്റൂൾ. അപ്പോൾ ലൈക്കോപോഡിയം പേഷ്യൻ്റ് ഡയറിയ ഉണ്ട്, എല്ലാത്തരം സ്റ്റൂൾസും ഉണ്ട്. ഇപ്പോൾ ഹാർഡ്, സോഫ്റ്റ്, തിന്ന്, ഗഷിങ് ഒക്കെ ഉണ്ട്. സോ യു വിൽ സീ ഫ്രം റീഡിങ് ദ ടെക്സ്റ്റ് that the characteristics of lycopod is not in the stool. അതുകൊണ്ട് ഈ സ്റ്റൂളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചുകൊണ്ട് ലൈക്കോപോഡിയം പേഷ്യൻറ്റിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം എല്ലാത്തരം സ്റ്റൂളും ഉണ്ട്. എനി കൈൻഡ് ഓഫ് ഡയറിയ ഇഫ് ദ അതർ ലൈക്കോപോഡിയം സിംറ്റംസ് ആർ പ്രസൻറ്റ് വിൽ ബി ക്യൂർ ബൈ ലൈക്കോപോഡിയം. അപ്പോൾ ലൈക്കോപോഡിയത്തിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ, ജനറൽ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഏത് തരം ഡയറിയയും ലൈക്കോപോഡിയം ഹീൽ ചെയ്യും. ഇറ്റ് ഹസ് troublesome hemorrhoids, but they are non-descript. അപ്പോൾ വളരെ വിഷമകരമായ ഹെമറോയിഡ്സ് ഉണ്ട്. എനിക്ക് കൈൻഡ് ഓഫ് ഹെമറോയിഡ്സ് മേ ബി ക്യൂർ ബൈ ലൈക്കോപോഡിയം ഇഫ് ദ ഫ്ലാറ്റ്ലൻസ്, ദ സ്റ്റൊമക് സിംറ്റംസ്, ദ മെൻ്റൽ സിംറ്റംസ് ആൻഡ് ദ ജനറൽ സിംറ്റംസ് ഓഫ് ലൈക്കോപോഡിയം ആർ പ്രസൻറ്റ്, ബിക്കോസ് ദ ഹെമറോയിഡൽ സിംറ്റംസ് ആർ ന്യൂമറസ്. അപ്പോൾ സ്റ്റൂളിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഹെമറോയിഡിൻ്റെ കാര്യത്തിലും പറയുകയാണ്. എല്ലാത്തരം ഹെമറോയിഡ്സും ലൈക്കോപോഡിയത്തിലുണ്ട്, ഉണ്ട്. അപ്പോൾ മറ്റ് ജനറൽ സിംറ്റംസ്, വിശേഷിച്ചും വയറിൻ്റെ പ്രശ്നങ്ങൾ, ഈ ഫ്ലാറ്റുലൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏതുതരം ഹെമറോയിഡ്സിനെയും ലൈക്കോപോഡിയം ഹീൽ ചെയ്യും. അപ്പോൾ ലൈക്കോപോഡിയത്തിൻ്റെ വളരെ വിപുലമായൊരു ഉപയോഗ സാധ്യതയാണ് ഇത് കാണിക്കുന്നത്. കാരണം അത് നേരത്തെ പറഞ്ഞ ആൻറ്റി സിഫിലിറ്റിക്കാണ്, ആൻറ്റി സൈക്കോട്ടിക്കാണ്, ആൻറ്റി സോറിക്കാണ്. അത്രയ്ക്ക് വിപുലമായ, വിശാലമായ ഉപയോഗ സാധ്യതയുള്ള ഒരു ഔഷധമാണ് ലൈക്കോപോഡിയം. ദ കിഡ്നീസ് ഫർണിഷ് മെനി സിംറ്റംസ് ആൻഡ് മേ ബി ദ കീ ടു ലൈക്കോപോഡിയം ഇൻ മെനി ഇൻസ്റ്റൻസസ്. പല സന്ദർഭങ്ങളിലും ലൈക്കോപോഡിയം സൂചിപ്പിക്കുന്ന വളരെ കീ സിംറ്റം കിഡ്നികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ദർ സീം ടു ബി ദ സെയിം ഇനാക്ടിവിറ്റി ഇൻ ദ ബ്ലാഡർ ആസ് ഇൻ ദ റക്ടം. രക്തത്തിൽ കണ്ട പോലൊരു ഇനാക്ടിവിറ്റി ബ്ലാഡറിലുണ്ടാകാം, മൂത്രമൊഴിക്കലുണ്ടാകാം. ദോ ഹി സ്ട്രെയിൻ ഓവർ സോ മച്ച് ഹി മസ്റ്റ് വെയിറ്റ് എ ലോങ് ടൈം ഫോർ ദ യൂറിൻ ടു പാസ്. അപ്പോൾ എത്ര സ്ട്രെയിൻ ചെയ്താലും മൂത്രം ഒഴിച്ച് തീരാൻ കുറേ പ്രയാസപ്പെടേണ്ടി വരും. ഇറ്റ് ഈസ് സ്ലോ ടു ഫ്ലോ ആൻഡ് ഫ്ലോസ് ഇൻ എ ഫീബിൾ സ്ട്രീം. അത് മൂത്രം ഒഴുകി തുടങ്ങാൻ താമസമുണ്ട്, വളരെ സാവകാശമാണ്, വളരെ ഫീബിൾ സ്ട്രീമാണ്. ദ യൂറിൻ ഈസ് ഓഫൺ മഡി വിത്ത് ബ്രിക്ക് ഡസ്റ്റ് ഓർ റെഡ് സാൻഡ് ഡെപ്പോസിറ്റ്സ് ഓർ ഓൺ സ്റ്റിറിങ് ഇറ്റ് അപ്പ് ഇറ്റ് ലുക്സ് ലൈക്ക് ദ സെഡിമെൻറ്റ് ഓഫ് ഫെർമെൻറ്റിങ് സിഡാർ. അപ്പോൾ യൂറിൻ മഡിയാണ്, ചെളി കലർന്ന പോലെയാണ്, ഇഷ്ടിക കളറാണ്, ഇഷ്ടികയുടെ നിറം, ചുവന്ന നിറം. റെഡ് സാൻഡ് ഡെപ്പോസിറ്റ് നേരത്തെ നമ്മൾ കണ്ടൊരു ഇൻ്റർമിംഗ്ലിങ്ങിൽ നമ്മൾ കണ്ടു റെഡ് സാൻഡ് ഡെപ്പോസിറ്റ്. അത് സ്റ്റിർ ചെയ്ത് കഴിഞ്ഞാൽ ഫെർമെൻറ്റിങ് സിഡറിൻ്റെ ഫെർമെൻറ്റിങ് ഒക്കെ ഒരു പാശ്ചാത്യ രാജ്യങ്ങളിലെ കാര്യമാണ് പറയുന്നത്, നമുക്ക് അത് നോക്കണ്ട. ഒരു റെഡി ഡെപ്പോസിറ്റുള്ള മൂത്രം. വി ഫൈൻഡ് ദിസ് സ്റ്റേറ്റ് ഇൻ ഫെബ്രൈൽ കണ്ടീഷൻസിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാകാം. ഇൻ അക്യൂട്ട് സ്റ്റേജ് ഓഫ് ഡിസീസസ് where the red sand appears copiously, ലൈക്കോപോഡിയം ഈസ് ഓഫൻ ദ റെമഡി. അപ്പോൾ പല രോഗങ്ങളുടെയും അക്യൂട്ട് കണ്ടീഷനിൽ
ഈ റെഡ് സാൻഡ് വളരെ അധികമായിട്ട് കാണുകയാണെങ്കിൽ അത് ലൈക്കോപോഡിയമാണ്. ദിസ് ഈസ് എ വെരി പ്രൊമിനൻറ്റ് സിംറ്റം. കാരണം വളരെ ശ്രദ്ധേയമായൊരു ലക്ഷണമാണത് ലൈക്കോപോഡിയത്തിൻ്റെ കാര്യത്തിൽ. ഇൻ ക്രോണിക് സിംറ്റംസ് വെൻ ദ പേഷ്യൻറ്റ് ഫീൽസ് ബെസ്റ്റ് ദ റെഡ് സാൻഡ് ഈസ് ഫൗണ്ട് ഇൻ ദ യൂറിൻ. ക്രോണിക് സിംറ്റംസിൽ റെഡ് സാൻഡ് ഉള്ളപ്പോൾ, ഒരു യൂറിൻ റെഡ് സാൻഡ് ഉള്ളപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഫീലിംഗ് വളരെ നല്ല അവസ്ഥയാണെങ്കിൽ, റെഡ് സാൻഡ് അപ്പിയർ ചെയ്യുമ്പോൾ പേഷ്യൻറ്റിന് നല്ല ഫീലിംഗ് ആണെങ്കിൽ ക്രോണിക് കണ്ടീഷനിൽ അത് ലൈക്കോപോഡിയത്തിൻ്റെ സൂചനയാണ്. ലൈക്കോപോഡിയം ഹാസ് റിട്ടൻഷൻ ഓഫ് യൂറിൻ ആൻഡ് സപ്രഷൻ ഓഫ് യൂറിൻ. അപ്പോൾ മൂത്രം കെട്ടിക്കിടക്കുന്നു, മൂത്രം പോകുന്നില്ല. ഒത്തിരി ആളുകൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ടാറുണ്ട്. പലപ്പോഴും ആശുപത്രിയിൽ പോയി കത്തീഡ്രലൈസേഷൻ ചെയ്യേണ്ട അവസ്ഥയാണ്. ലൈക്കോപോഡിയം അവരെ സുഖപ്പെടുത്തും. എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഷണായി ഇത്തരം കണ്ടീഷനുള്ള പല രോഗികളെയും സുഖപ്പെടുത്തുന്നതിന് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ പോകാൻ പ്രയാസമുള്ളവർ, ആശുപത്രിയിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ, അന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന ഗ്രാമം കുമ്പളങ്ങി ഗ്രാമത്തിൽ അന്ന് പാലമില്ലായിരുന്നു. രാത്രി 10 മണി കഴിഞ്ഞാൽ ആ ദ്വീപിൽ നിന്ന് പുറത്തേക്ക് ആശുപത്രികളുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. ദ്വീപിലാകെയുള്ളൊരു ചെറിയൊരു ആശുപത്രിക്ക് ഇതിനുള്ള സൗകര്യമില്ല. അത്തരം കണ്ടീഷനിൽ കമ്പൾഡായതുകൊണ്ടാണ് എൻ്റെ ഈ സുഹൃത്തിൻ്റെ അടുത്ത് വന്നത്. വളരെ പെട്ടെന്ന് ഒറ്റ ഡോസ് കൊണ്ട് അത് ലൈക്കോപോഡിയവും മറ്റു പല ഔഷധങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ മൂത്രം കെട്ടി വല്ലാതെ വയറൊക്കെ വീർത്ത് കെട്ടി മരണപ്രായത്തോട് വരുന്ന രോഗികളെ അദ്ദേഹം ഒറ്റ ഡോസ് കൊണ്ട് സുഖപ്പെടുന്നതിന് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇറ്റ് ഹാസ് വെറ്റിംഗ് ഓഫ് ദ ബെഡ് ഇൻ ലിറ്റിൽ വോൺസ്, ഇൻവോളണ്ടറി മിക്ചൂറിയേഷൻ ഇൻ സ്ലീപ്പ്, ഇൻവോളണ്ടറി മിക്ചൂറിയേഷൻ ഇൻ ടൈഫോയിഡ് ആൻഡ് ലോ ഫീവേഴ്സ്. അപ്പോൾ കുട്ടികളുടെ സ്ഥിരം പ്രശ്നമാണ് ലിറ്റിൽ വോൺസ്. ചെറിയ കുട്ടികളിൽ കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന അവസ്ഥ, അറിയാതെ കുട്ടികളല്ലെങ്കിൽ പോലും മുതിർന്നവരായാലും അറിയാതെ ഉറക്കത്തിൽ മൂത്രമൊഴിച്ചു പോകുന്ന അവസ്ഥ. ഇനി ടൈഫോയിഡ്സിലും ലോ ഫീവേഴ്സിലും നിയന്ത്രണം വിട്ട് മൂത്രമൊഴിക്കുന്ന അവസ്ഥ. എ മാർക്ഡ് ഫീച്ചർ ഓഫ് ലൈക്കോപോഡിയം ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊവനൻറ്റ് ഓഫ് ഓൾ റെമഡീസ് ഈസ് പൊളിയൂറിയ ഡ്യൂറിങ് ദ നൈറ്റ്. രാത്രിയിൽ അമിതമായിട്ട് മൂത്രമൊഴിക്കുന്നൊരവസ്ഥ, അത് ലൈക്കോപോഡിയത്തിലാണ് ഏറ്റവും കൂടുതൽ. പല ഔഷധങ്ങളുണ്ടാകാം, പക്ഷേ ഏറ്റവും കൂടുതൽ ഈ രാത്രിയിലെ അമിത മൂത്രമൊഴിക്കൽ അത് കാണിക്കുന്ന ചുരുക്കം ഔഷധങ്ങളൊന്ന് ലൈക്കോപോഡിയമാണ്. ലൈക്കോപോഡിയത്തിൽ ഇങ്ങനെ ചില സൂചനകൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് മിക്കവാറും ലൈക്കോപോഡിയമായിരിക്കും എന്ന് പറയുന്ന അവസ്ഥ. അത് ഈ യൂറിനേഷനിലുണ്ട്, രാത്രിയിലെ അമിതമായ മൂത്രമൊഴിക്കൽ. ഹി മസ്റ്റ് റൈസ് മെനി ടൈംസ് അറ്റ് നൈറ്റ് ആൻഡ് പാസ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് യൂറിൻ ഓൾദോ ഇൻ ദ ഡേ ടൈം ദ യൂറിൻ ഈസ് നോർമൽ. പകൽ സമയം യൂറിനേഷൻ നോർമലാണെങ്കിലും രാത്രി ഇടക്കിടക്ക് എഴുന്നേറ്റ് ധാരാളം അമിതമായി മൂത്രമൊഴിക്കേണ്ടി വരുന്നു, അതിനുവേണ്ടി ഉണരേണ്ടി വരുന്നു. എനോമസ് ക്വാണ്ടിറ്റീസ് ഓഫ് യൂറിൻ, വെരി ക്ലിയർ ആൻഡ് ഓഫ് ലൈറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി. മൂത്രം അമിതമായ അളവിൽ പോകുന്നു, വളരെ ക്ലിയറാണ്, അതിൻ്റെ ഡെൻസിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റി കുറവാണ്. അപ്പോൾ റെഡ് സാൻഡ് ഡെപ്പോസിറ്റിന് മടിയൊക്കെയാണ്, അതേസമയം വളരെ ക്ലിയർ യൂറിനും ലൈക്കോപോഡിയത്തിനുണ്ട്. അതാണ് പറഞ്ഞത്, കിഡ്നീസുമായിട്ട് ബന്ധപ്പെട്ട് ലൈക്കോപോഡിയത്തിന് വളരെയധികം ഫങ്ഷൻസ് ഉണ്ട്. ഇന്നിപ്പോൾ കിഡ്നി രോഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നാട് മുഴുവൻ അതാണ് അവസ്ഥ. ഓരോ പഞ്ചായത്തിലും ഇതിന് എന്താ പറയുക, ഇന്നിപ്പോൾ ഓരോ പഞ്ചായത്തിലും ഡയാലിസിസ് യൂണിറ്റ് വരുന്നൊരവസ്ഥ വളരെ സങ്കടകരമായൊരവസ്ഥയാണ്. പക്ഷേ അത് തെറ്റായൊരു ദിശയിലാണ് കാര്യങ്ങളുടെ പോക്ക്. എന്തുകൊണ്ട് ഇങ്ങനെ കിഡ്നി പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നു? തീർച്ചയായിട്ടും ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം, തെറ്റായ ഉപയോഗം അതൊരു ഘടകമാണ്. അത് വെറുതെ ആരോപണമായിട്ട് പറയുന്നതല്ല, എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന്, വളരെ വേദനാജനകമായ അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ
കിഡ്നി രോഗികൾ വർദ്ധിച്ചു വരുന്നൊരവസ്ഥയിൽ ലൈക്കോപോഡിയം പോലുള്ളൊരു മഹത്തായ ഔഷധത്തിൻ്റെ പ്രയോഗ സാധ്യതയും വളരെയധികമാണ്. അതുകൊണ്ട് നിങ്ങളതിനെ ശരിയായിട്ട് മനസ്സിലാക്കി ഉപയോഗിക്കാൻ പഠിക്കണം. ഇതേപോലെ ജനസംഖ്യയിൽ നല്ലൊരു പങ്കും ഈ ഡയാലിസിസ് യൂണിറ്റുകളുടെ മുമ്പിൽ വരി നിൽക്കുന്ന ഒരു സങ്കടകരമായ അവസ്ഥ. ഏത് ആശുപത്രിയിൽ പോയാലും നമുക്കത് കാണാം. ഡയാലിസിസ് യൂണിറ്റുകളുടെ മുന്നിൽ നീണ്ട വരി. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തായ ഒരു വാർദ്ധക്യത്തിലെത്തിയൊരു വ്യക്തിയെ കാണാൻ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞപ്പോൾ ഡയാലിസിസ് യൂണിറ്റിൻ്റെ അടുത്ത് ഒരു മുറിയിലാണ് അദ്ദേഹം വിശ്രമിക്കുന്നത്. അവരുടെ മുഖങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് അവരുടെ ദൈന്യതയായ മുഖങ്ങൾ കാണാനിടയായി. നമുക്ക് വളരെ സങ്കടം തോന്നും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ഹോമിയോപ്പതി മെഡിസിൻ പഠിക്കുന്ന നിങ്ങൾ ചിന്തിക്കണം. ലൈക്കോപോഡിയം പോലുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഈ കിഡ്നി പേഷ്യൻസിൻ്റെ എണ്ണത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുവേണ്ടി സംയോജിതമായ ഒരൊറ്റ ഡോക്ടറെ കൊണ്ട് സാധിക്കില്ല. സംയോജിതമായ പ്രയത്നങ്ങളും ബോധവൽക്കരണവും അതിനുവേണ്ടിയുള്ള ക്യാമ്പുകളും വേണമെങ്കിൽ അതും ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ ഉണ്ടാകണം. നമുക്ക് ലൈക്കോപോഡിയത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. നിങ്ങൾക്ക് ഇവർക്കും വളരെയധികം നന്ദി.